അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആലി ഇമ്രാനിലെ 148-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വമാ കാനൽ قولهم إلا أن قالوا ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. وما كان قولهم وما كان ആയിരുന്നില്ല കൗലഹും അവരുടെ വാക്ക് ഇല്ല അൻ കാലു അവർ പറയുന്നതല്ലാതെ റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ഇഗ്ഫിർ ലനാ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ, ദുനൂബന ഞങ്ങളുടെ പാപങ്ങൾ, വ ഇസ്റാഫന ഞങ്ങളുടെ അതിരു കവിയലിനെയും, ഫി അംരിന ഞങ്ങളുടെ കാര്യത്തിൽ, വ സബ്ബിത്ത് ഉറപ്പിച്ച് നിർത്തേണമേ, അക്ദാമന ഞങ്ങളുടെ കാലടികളെ, വൻസുർണ ഞങ്ങൾക്ക് നീ സഹായം നൽകണമേ, ഞങ്ങളെ നീ വിജയിപ്പിക്കണമേ, അലൽ കൗമിൽ കാഫിരീൻ സത്യനിഷേധികളായ ജനങ്ങളുടെ മേൽ ഞങ്ങളെ നീ വിജയിപ്പിക്കണമേ, നീ ഞങ്ങളെ സഹായിക്കണം. ഒമാക്കാന കൗലുഹും അവരുടെ വാക്കായിരുന്നില്ല ഇല്ല അൻ കാലു അവർ പറയുന്നതല്ലാതെ, അവരുടെ വാക്കുകൾ ഇത് മാത്രമായിരുന്നു. റബ്ബന ഞങ്ങളുടെ നാഥ, ഇഗ്ഫിർ ലനാ ദുനൂബന ഞങ്ങളുടെ പാവങ്ങൾ തെറ്റുകൾ നീ മാപ്പാക്കണമേ, വൈസ്രാഫന ഞങ്ങൾ അമിതമായി അതിര് കവിഞ്ഞ് പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളെയും നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്യണമേ, ഫി അംരിന ഞങ്ങളുടെ കാര്യത്തിൽ, വസബ്ബിത്ത് അഖ്ദാമന ഞങ്ങളുടെ കാലടികളെ നീ ഉറപ്പിച്ചു നിർത്തണമേ, വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരെ നീ ഞങ്ങൾക്ക് വിജയം നൽകണമേ, നീ ഞങ്ങളെ സഹായിക്കണമേ. ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു,
ഇൻ ദ പ്രീവിയസ് വേഴ്സ്, ഇതിന് തൊട്ട് മുമ്പുള്ള വചനത്തിൽ, ദ മുസ്ലിംസ് ആർ എൻകറേജ്ഡ്, മുസ്ലിങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു, ടു കോപ്പി ദ എക്സാമ്പിൾസ് ഓഫ് ദീസ് പ്രോഫറ്റ്സ്, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ മാതൃകകൾ പിന്തുടരുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി മുൻകഴിഞ്ഞ വചനത്തിൽ. ബട്ട് ഇൻ ദ പ്രസൻറ്റ് വേഴ്സ്, എന്നാൽ ഈ വചനത്തിൽ, ദേ ആർ ആൾസോ ടു അട്ടർ ദ സെയിം പ്രേയേഴ്സ്, ആ മുൻകാല പ്രവാചകന്മാർ, അനുചരന്മാർ ഉച്ചരിച്ച അല്ലെങ്കിൽ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന നിങ്ങൾ മുസ്ലിങ്ങൾ നിങ്ങളും പ്രാർത്ഥിക്കുക. അവർ പോയ വഴികളിലൂടെ നിങ്ങളും പോകുക. ദേ ആർ ആൾസോ ടു അട്ടർ ദ സെയിം പ്രേയേഴ്സ് ആസ് ദം, ഫോർ therein ആർ ഗൈഡൻസ് ഫോർ ദം. അപ്പോൾ മുൻകാല പ്രവാചകന്മാർ ഉച്ചരിച്ചിരുന്ന അതേ പ്രാർത്ഥന, അവർ നടത്തിയ അതേ പ്രാർത്ഥന നിങ്ങളും തുടരുക. കാരണം അവർ തുടർന്ന ആ പ്രാർത്ഥനയിൽ അവർക്ക് മാർഗദർശനം ലഭിക്കുകയുണ്ടായി. അതുപോലെ നിങ്ങൾക്കും മാർഗദർശനം ലഭിക്കുന്നതാണ്. therein ആർ ഗൈഡൻസ് ഫോർ ദം, സച്ച് ഗൈഡൻസ് വിച്ച് ഷാൽ ഗ്യാരണ്ടി ദം ഫേംനെസ് ഇൻ ദർ സ്റ്റാൻഡ്. ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ ഈ നിലപാടുകളിൽ, ഈ ദീനിൽ ഉറച്ചു നിൽക്കുവാനുള്ള കരുത്ത് പകരുന്നതാണ്, അവരെ ഉറപ്പിച്ചു നിർത്തുവാനുള്ള ശക്തി പകരുന്നതാണ് ഈ പ്രാർത്ഥനകൾ. നാം ഒരാളോട് ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ ആവശ്യകതാ ബോധം അതിൽ നമ്മുടെ ഉള്ളിൽ തട്ടി പുറത്തു വരുന്നതാണ്. ഇതുപോലെ നമുക്ക് അല്ലാഹുവുമായിട്ടുള്ള ആ കണക്ഷൻ, ആ ബന്ധം സുദൃഢമാകുന്നതിന് നിങ്ങൾ ഈ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത്? ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബന ഇഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. വാക്കുകളും പ്രവൃത്തികളും ഒക്കെ തെറ്റിപ്പോയി, ഒരുപാട് പ്രശ്നങ്ങളായിപ്പോയി, നീ ഞങ്ങൾക്ക് പുറത്തു തരണം. വൈസ്രാഫിന ഫി അംരിന, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ അമിതത്വം ചെയ്തു, ചെയ്യേണ്ടതുപോലെ അല്ല ചെയ്തത്. അങ്ങനെ കുഴപ്പങ്ങൾ ഒരുപാട് സംഭവിച്ചു പോയി. ഇനി വസബ്ബിത്ത് അഖ്ദാമന, നീ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തണമേ. അതുകൊണ്ട് നിൻ്റെ ദീനിൽ പറഞ്ഞ, നീ കൽപ്പിച്ച ഈ അധ്യാപനങ്ങളെ പിന്തുടരുവാൻ, നീ അതിൽ തന്നെ ഞങ്ങളെ നിർത്തുവാൻ, നീ ഞങ്ങളുടെ കാലടികളെ നീ ഉറപ്പിച്ചു നിർത്തണമേ. വൻസുന്ന അലൽ ഖൗമിൽ കാഫിരീൻ, ഇതിനെതിരായി നിലകൊള്ളുന്ന ജനത, അവർ സത്യനിഷേധികൾ, അവർക്കെതിരിൽ നീ ഞങ്ങൾക്ക് ഈ ദീനിന് വിജയം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ആ നിലപാട് അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നിങ്ങളും അതേ വാക്കുകൾ ആവർത്തിക്കുക. സ്റ്റാൻഡ് അഗൻസ്റ്റ് ദ എനിമീസ് ഓഫ് ഇസ്ലാം ആൻഡ് ഇൻ ദ സെയിം ഗോ അഗൻസ്റ്റ് ദെയർ ഓൺ കാർണൽ ഡിസയേഴ്സ്. അതുകൊണ്ട് തന്നെ അവരുടെ ശാരീരികമായ ഇച്ഛകൾക്കെതിരായി അള്ളാഹുവിൻ്റെ ഇച്ഛയ്ക്കനുസൃതമായിട്ട് അവർ അങ്ങനെ സഞ്ചരിച്ചിരുന്നു. അങ്ങനെ അതുപോലെ ഞങ്ങൾക്കും സഞ്ചരിക്കുവാൻ, അവർ ആ സഞ്ചരിച്ച പാതയിലൂടെ അവർ രക്തസാക്ഷികളായവരും വിജയശ്രീലാളിതരായവരുമായ ആളുകൾ ഉണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്കുമായി തീരുവാൻ ആ വഴി നിങ്ങൾ സ്വീകരിക്കൂ എന്ന് ഉപദേശിക്കുന്നു. മോറോവർ, അത് മാത്രമല്ല, ദിസ് വേഴ്സ് ഈസ് റീഅഷ്വറൻസ്, ഈ വചനം ഒരു പുതിയ ഉറപ്പൂടെ വീണ്ടും ഉറപ്പ് നൽകുകയാണ്. ടു ദ പ്രോഫറ്റ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതന് ഒരു സുദൃഢമായ ഒരു ഉറപ്പ് വീണ്ടും നൽകുകയാണ്. ലൈക്ക് ഹിസ് പ്രെഡിസിസേഴ്സ്, അദ്ദേഹത്തിൻ്റെ മുൻഗാമികളായ ആളുകളെപ്പോലെ, ഹി വാസ് ടു ഷോ സ്റ്റെഡ്ഫാസ്റ്റ്നെസ്, അവർ കാണിച്ചതുപോലെ നിങ്ങളും സ്ഥൈര്യം നിലകൊള്ളുക, നിങ്ങൾ ക്ഷമ അവലംബിക്കുക. ആൻഡ് ടേൺ ടു അല്ലാഹ് ഇൻ പ്രെയർ, എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് തിരിയുക
എന്നിട്ട് പ്രാർത്ഥിക്കുക. വിത്ത് ആൻ എക്സംപ്ലറി ഹ്യൂമിലിറ്റി, അവരെ മാതൃകയാക്കിക്കൊണ്ട് അങ്ങേയറ്റം വിനയത്തോടുകൂടി മാതൃകയായ നിലയിൽ എക്സംപ്ലറി ഹ്യൂമിലിറ്റി കാട്ടിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട്, അള്ളാഹുവിൻ്റെ വഴിയിലേക്ക്, അവനിലേക്ക് നിങ്ങൾ തിരിയുക. സച്ച് ഇൻവൊക്കേഷൻസ്, അത്തരത്തിലുള്ള പ്രാർത്ഥനകൾക്ക് ഓൺസ് ഇൻപുട്ട്, ഒരിക്കൽ നിങ്ങളതിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് നിക്ഷേപം ഇൻ ദ ഖുർആൻ ഷാൽ എവർ ബി എ ഷീൽഡ്. അപ്പം വിശുദ്ധ ഖുർആനിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനകൾ ഷാൽ എവർ ബി എ ഷീൽഡ്, എന്നെന്നും ഒരു പരിചയമായിരിക്കും ഫോർ ദ ബിലീവേഴ്സ്, സത്യവിശ്വാസികൾക്ക് അവർക്ക് വിജയിക്കാനുള്ള ഒരു പരിചയമാണത്. എഗൻസ്റ്റ് ദെയർ എനിമീസ്, അവരുടെ ശത്രുക്കളെതിരിൽ നിലപാടുകൾ വ്യക്തമാക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള അവരുടെ പരിചയമായി ഈ പ്രാർത്ഥന എന്നെന്നും വിശുദ്ധ ഖുർആനിൽ നിലനിൽക്കുന്നു. ഫോർ വെരി ദെയർ വിക്ടറി ഷാൽ കം ഓൺലി ത്രൂ ദ വിക്ടറി ഓഫ് അല്ലാഹ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, വെരിലി ദെയർ വിക്ടറി ഷാൽ കം, അവരുടെ വിജയങ്ങളൊക്കെ വന്നത് ഓൺലി ത്രൂ ദ വിക്ടറി ഓഫ് അല്ലാഹ്, അള്ളാഹു നൽകിയ വിജയത്തിലൂടെയാണ്. അള്ളാഹു താല നൽകിയ വഴികളിലൂടെ അവർ സഞ്ചരിച്ചതിലൂടെയാണ് അവർക്ക് ആ വിജയങ്ങൾ നേടുവാൻ കഴിഞ്ഞത്. അതുപോലെ നിങ്ങളും ഈ വഴികളിലൂടെ, നിങ്ങളുടെ മുൻഗാമികൾ കാണിച്ചു തന്ന ആ സത്യവഴികളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുക. മുൻഗാമികൾ എപ്പോഴൊക്കെ അവരുടെ നഫ്സിൻ്റെ കാർണൽ ഡിസയേഴ്സ്, ശാരീരികമായ ഇച്ഛകൾക്ക് വശംവദരാകുമോ, അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് അവൻ്റെ ദൂതന്മാരെ നിയോഗിക്കുകയും ശരിയായ വഴി അവർക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യുന്നത് അവൻ്റെ നടപടിക്രമമാണ്. അപ്രകാരം നമുക്ക് ലഭ്യമായ ഈ കാലഘട്ടത്തിലെ അധ്യാപനങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരുന്ന, അള്ളാഹുവുമായി ചേർന്ന് നിൽക്കാനുള്ള അവസരങ്ങളെ നമ്മൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ഐഹിക പാരത്രിക ലോക വിജയം നമുക്ക് അള്ളാഹു ഒരുക്കിയിരിക്കുന്നത് അതിലൂടെയാണ്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത പുതിയ വചനവുമായി നമ്മൾ സംസാരിക്കും. ജസാക്കുമുല്ലാഹ് അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.